ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സിനിമാ രംഗത്തെ നടിമാർ, മറ്റു വനിതാ പ്രവർത്തകർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒരുപാട് വിഗ്രഹങ്ങളെയാണ് എറിഞ്ഞുടച്ചിരിക്കുന്നത്. ആദ്യം വീണുടഞ്ഞുപോയത് ഹേമ കമ്മിറ്റിയുടെ തെളിവെടുപ്പിന് അരങ്ങൊരുക്കുകയും അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രഞ്ജിത്തായിരുന്നു ഹേമ കമ്മീഷൻ സിറ്റിങ്ങിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി അതിന് നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. പക്ഷേ ആദ്യം ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഫലമായി ആദ്യമായി സ്ഥാനമൊഴിയേണ്ടി വന്നത് സംവിധായകൻ രഞ്ജിത്തിനാണ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനാണ്. ആലോചിച്ചു നോക്കൂ, എന്തൊരു വിധി വൈപരീത്യമാണ് ആ സംഭവം. കാരണം മറ്റ് ഉന്നതരായ സംവിധായകർക്കും നടന്മാർക്കും എതിരെ നടിമാർ കൊടുക്കുന്ന, മറ്റ് സിനിമാ പ്രവർത്തകർ കൊടുക്കുന്ന മൊഴി കൊടുക്കുന്ന സന്ദർഭത്തിലെല്ലാം അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായി, കാരണവരായി രംഗത്തുണ്ടായിരുന്ന രഞ്ജിത്തിനെയാണ് ആദ്യമായി ഈ പ്രശ്നങ്ങളിൽ പ്രതിയാക്കപ്പെട്ടത്. നമ്മുടെ ബംഗാളിലെ നടി ഉന്നയിച്ച ആരോപണം ഇപ്പോൾ പരാതിയായി കൊച്ചി പോലീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 സമർപ്പിക്കപ്പെട്ടു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പൂഴ്ത്തിവെക്കപ്പെട്ട ഈ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒടുവിൽ പുറത്തു വന്നതും വിവാദങ്ങളാണ്. കാരണം ജസ്റ്റിസ് ഹേമ തന്നെ, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഹേമ തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് സർക്കാർ വെളിപ്പെടുത്തൽ. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും മുൻ സാംസ്കാരിക മന്ത്രി AK ബാലനും മുഖ്യമന്ത്രിയും എല്ലാം പറഞ്ഞത് അപ്രകാരമാണ്. പക്ഷേ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് രഹസ്യമായി സൂക്ഷിക്കേണ്ട, രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ സുപ്രീം കോടതി നിയമം അനുസരിച്ച് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്ന ഒരു നിർദ്ദേശമാണ് ജസ്റ്റിസ് ഹേമ നൽകിയത്. പക്ഷേ അതിനെ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ മുഖ്യമന്ത്രിയുമെല്ലാം വ്യാഖ്യാനിച്ചത് ഇത് രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് റിപ്പോർട്ട് തന്നെ പുറത്തുവിടണ്ട, റിപ്പോർട്ട് തന്നെ ആരും കാണണ്ട. ശരി, റിപ്പോർട്ട് ആരും കാണണ്ട, പക്ഷേ അതിൽ നടപടിയെടുക്കണ്ടേ? കാരണം ജസ്റ്റിസ് ഹേമ കണ്ടെത്തിയ ഗുരുതരമായ പീഡനങ്ങളാണ്, ഗുരുതരമായ പീഡന കാര്യങ്ങളാണ് നമ്മുടെ നടിമാർ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥയായിരുന്ന വത്സലകുമാരിയും അതുപോലെ പ്രമുഖ ചലച്ചിത്ര നടിയായിരുന്ന ശാരദയും അടങ്ങിയ 3 അംഗ കമ്മിറ്റിയാണ് ഈ തെളിവുകൾ എടുത്തത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇത് വെറും കമ്മിറ്റിയാണ്, കമ്മിറ്റിയുടെ ഒരു കണ്ടെത്തലാണ്, ഇതിന് ഒരു എൻക്വയറി കമ്മീഷന്റെ സ്വഭാവമില്ല, ഇതിന് നിയമപരമായ പ്രാബല്യമില്ല എന്ന് പോലും പറഞ്ഞു തുടങ്ങുന്നുണ്ട്. കാരണം ഒരു ഹൈക്കോടതി ജസ്റ്റിസിന്റെ പദവിയിലിരുന്ന ഒരു ഉദ്യോഗസ്ഥ, അവരെ അധ്യക്ഷയായി കമ്മിറ്റി രൂപീകരിക്കുക, 1 കോടിയിലധികം രൂപ അതിന് ചിലവിടുക, എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഉന്നത പോലീസ് സംഘം, ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുമെന്നാണ്. അതാണ് ആദ്യം പുറത്തു വന്നത്. പക്ഷെ ഇപ്പോൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും താരങ്ങൾ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതെന്നാണ്. അതിലാകട്ടെ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പുരുഷ ഉദ്യോഗസ്ഥൻ, IG റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ, അത് കഴിഞ്ഞ് DIG റാങ്കിലുള്ള ചില IPS വനിതകളും ആണ് ഈ സംഘത്തിലുള്ളത്. ഇവരെല്ലാം അന്വേഷിക്കാൻ പോകുന്നത് ഇപ്പം സിദ്ദിഖിനെതിരെ രേവതി എന്നു പേരുള്ള യുവനടി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം, സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാനിടയാക്കിയ ആ പീഡന ശ്രമം, അതുപോലെ ഒട്ടനവധി നടിമാർ സംവിധായകർക്കെതിരെയും മറ്റു നടന്മാർക്കെതിരെയും അടുത്ത ദിവസങ്ങളിൽ
വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാമാണത്രേ ഈ പ്രത്യേക സംഘം അന്വേഷിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ പ്രവർത്തകരായ വനിതകൾ കൊടുത്ത പരാതികളെക്കുറിച്ചൊന്നും തന്നെ ഈ സംഘം അന്വേഷിക്കില്ല. എന്ത് വിചിത്രമാണ് ഈ തീരുമാനം! കാരണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള വെളിപ്പെടുത്തലുകൾ, അതിൻ്റെ ഫലമായി വന്ന സംഭവങ്ങൾ, അതേക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGP തലത്തിലും IG തലത്തിലുമൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ സംഘം, 4 വനിതാ IPSകാർ സംഘത്തിലുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തമാശ, ഇതിൽ നേതൃത്വപരമായ ചുമതല വഹിക്കുന്ന IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹം SP ആയിരുന്ന കാലത്ത് ഒരു വനിത നൽകിയ പീഡന പരാതി നിലവിലുണ്ട്. പിന്നീട് കരഞ്ഞ് കാല് പിടിച്ചാണ് ആ യുവതിയിൽ നിന്ന് അദ്ദേഹം ആ പരാതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആലോചിച്ചു നോക്കൂ, ഒരു പരാതിക്ക് വിധേയനായ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം IG റാങ്കിലെത്തുന്നു, അദ്ദേഹവും ഉണ്ട് ഈ അന്വേഷണ സംഘത്തിൽ. അപ്പോൾ ഇത്തരം ഒരു അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ട് വളരെ നിഷ്പക്ഷമായി ഈ കേസ് അന്വേഷിക്കാവുന്ന സമർത്ഥരായ വനിതാ IPSകാരുണ്ടല്ലോ, അവർക്ക് ചുമതല കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചില്ല? കാരണം എന്തു പറഞ്ഞാലും പുരുഷന്മാരായ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ യുവതികളെ കണ്ടെത്താനും അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കാനും അവർക്ക് ഈ ഉദ്യോഗസ്ഥനോട് പീഡന കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ കഴിയണമെങ്കിൽ അത് വനിതകൾ തന്നെ ആവണം. അപ്പോൾ ആ സംഘത്തിൻ്റെ തലവൻ എന്ന് പറയുന്നതും വനിത തന്നെയാവണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് സ്ത്രീകളിൽ വിശ്വാസമില്ലാത്തത്? ഞങ്ങൾ ഇരകളോടൊപ്പമാണ്, ഞങ്ങൾ ഉയർത്തുന്നത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സ്ത്രീകളെ പീഡിപ്പിച്ച സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുമ്പോൾ പോലും ഇവർക്ക് സ്ത്രീകളെ വിശ്വാസമില്ലെങ്കിൽ ഇവർ പറയുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ എന്തർത്ഥമാണുള്ളത്? എന്ത് സത്യസന്ധതയാണുള്ളത്? ഒരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു പരിപാടിയാണ് ഇതെന്ന് വേണം കരുതാൻ. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് ഹേമ ഇപ്പോൾ തുറന്ന് സംസാരിക്കേണ്ടതാണ്. കാരണം അവർ വളരെ പെയിൻ എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ നടിമാരുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ട് 5 കൊല്ലത്തോളം അത് പൂഴ്ത്തിവെക്കുകയും ഒടുവിൽ അത് ഭാഗികമായി പുറത്തുവിടുകയും ഹൈക്കോടതി ഇടപെട്ട ശേഷം, വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട ശേഷം അത് പുറത്തുവിട്ടിട്ട് ഇപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കാനല്ല, അതുമായി ബന്ധപ്പെട്ടുയർന്ന സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളെക്കുറിച്ച്, വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘത്തെ അയക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇനി വേണമെങ്കിൽ ഒരു സിനിമ കോൺക്ലേവ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. കാരണം ഇപ്പോൾ ആരോപണ വിധേയരായിരിക്കുന്ന ആളുകളെല്ലാം പ്രമുഖ നടന്മാരും സംവിധായകരുമാണ്. ഇപ്പം മുകേഷിനെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞു, പിന്നെ സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്നു കഴിഞ്ഞു. സിദ്ദിഖാകട്ടെ ആരോപണം ഉന്നയിച്ച യുവനടി രേവതിക്കെതിരെ DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കാരണം ഈ നടിയുടെ അച്ഛനോ അമ്മയോടും ഒപ്പമല്ലാതെ നടിയെ താൻ കണ്ടിട്ടില്ല ഒരു ഘട്ടത്തിലും എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. പക്ഷേ ആ രേവതി എന്ന യുവനടി പറഞ്ഞ കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ സംഭവം നടന്ന സന്ദർഭത്തിൽ തന്നെ വനിതാ കമ്മീഷനെയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയും അവർ സമീപിച്ചിരുന്നു. പക്ഷേ അന്ന് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അവർക്ക് ഉപദേശം നൽകി മടക്കി അയക്കാനാണ് ഈ ഏജൻസികളെല്ലാം ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവർ പിന്നീട് ഒരിക്കലും രംഗത്ത് വരാതിരുന്നത്. കാരണം സൈബർ ആക്രമണങ്ങൾ ഭയന്നും സമൂഹത്തിൻ്റെ വിമർശനങ്ങൾ ഭയന്നും എല്ലാം ഇതിൻ്റെ പ്രതികരണങ്ങൾ എത്ര മോശമാകുമെന്ന് കരുതിയാണ് അവർ മടിച്ചിരുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ യുവനടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഈ അനുഭവം, ഈ പീഡന സംഭവം പുറത്തു പറഞ്ഞത്. അതുപോലെ മുകേഷിനെതിരെ വളരെ പ്രശസ്തയായ അവതാരികയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകേഷും പറയുന്നത് അങ്ങനെ ഒരു ആളിനെ കണ്ടിട്ടേ ഇല്ലെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ
ഉള്ള സംഭവങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷിക്കാനാണ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജസ്റ്റിസ് ഹേമ ഒരു തുറന്നു പറച്ചിലിന് പുറത്തു വരേണ്ട, പ്രതികരിക്കേണ്ട സന്ദർഭമാണിത്. കാരണം അവരെ പോലെ ബഹുമാനീയയായ ഒരു ജസ്റ്റിസിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരമൊരു റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ ഒന്നും സർക്കാർ തയ്യാറല്ല എന്ന പാർട്ടിയുടെ നിലപാട്. ഇനി ഹൈക്കോടതി പറയട്ടെ, ഹൈക്കോടതി തീരുമാനം വരട്ടെ, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത്.